നമ്മൾ മുറിയിലോട്ട് കയറാണ് ഗൈസ്. അപ്പോൾ ഓൾ ഇൻ വണ്ണിലേക്ക് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഓൾ ഇൻ വണ്ണിലേക്ക് ന്യൂ ഇയർ ആശംസകൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2026. അപ്പം ഞാൻ മുറിയിൽ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അലങ്കോലമാണ്, എന്നാലും നോക്ക്. എൻ്റെ അമ്മോ അടിപൊളി. പുറത്തൊക്കെ ലൈറ്റ് വെച്ച് മിന്നണിയാണ് ഗൈസ്. ഈസിയൊക്കെ ഇട്ടാണ് നമ്മളിവിടെ പതപ്പിക്കണം. ഇവിടെ 2025 ഉണ്ട്. ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം. 2025 26 ആണ്. 25 26 കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം മാലകളായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ഗിഫ്റ്റിൻ്റെ ഒക്കെ ഡെക്കറേഷനാണ് വെച്ചേക്കണേ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നെന്തായാലും ഞാൻ നാളത്തേക്കുള്ള ന്യൂ ഇയറിനാണ് ഇതൊക്കെ തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചു. അതായത് ഇന്നാണ് ഞാൻ റെഡിയാക്കി വെച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ സാധനം? ലൈറ്റ് കടന്ന് കറങ്ങനെയാണ് ഇവിടെ. എങ്ങനെയുണ്ട് എൻ്റെ മുറി? ഇങ്ങനെയാണ് എൻ്റെ മുറിയുടെ അവസ്ഥ. ഇതൊന്നല്ല, ഇതിപ്പോൾ ഈ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത്. ഇതൊന്നല്ല എൻ്റെ മുറിയുടെ അവസ്ഥ. മുറിയുടെ അവസ്ഥ കുറച്ച് അലങ്കോലമൊക്കെയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ന്യൂ ഇയർ അല്ലേ നാളെ വരാൻ പോണത്. അപ്പം എന്തായാലും ഇന്ന് 31-ാം തീയതിയാണ്. 31 അങ്ങാട്ട് ഞാൻ 26-ൻ്റെ കലണ്ടറാണ് ഞാൻ ഇവിടെ വെച്ചേക്കണത്. 26-ൻ്റെ കലണ്ടർ ഞാൻ നേരത്തെ വെച്ച്. ശരിക്കും നാളെയാണ് 26-ൻ്റെ കലണ്ടർ വെക്കേണ്ടത്, എന്നാലും ഞാൻ നേരത്തെ വെച്ച്. ഏതായാലും ഇവിടെ DJ പാർട്ടി ആയിരുന്നു. നാളെ എന്തായാലും DJ പാർട്ടി നടത്തും. അതെൻ്റെ ഭാഗത്തുനിന്ന് കേട്ടാ. ഓൾ ഇൻ വണ്ണിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സിനെ എന്നൊക്കെ വിളിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനെന്തായാലും സമ്മതിക്കൂല, അമ്മയെ സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. ഞാൻ തന്നെ അങ്ങോട്ട് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച്. എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കാമെന്ന് വിചാരിച്ച്. ബോയ്സും ഗേൾസും എല്ലാവരെയും ഒന്നിച്ച് അങ്ങോട്ട് വിളിച്ച് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച് പുറത്ത് വെച്ചിട്ട്. പിന്നെ നടന്നില്ല ഗൈസ്. എന്തായാലും അച്ഛനും അമ്മയൊന്നും സമ്മതിക്കൂല. അത് വേറെ, ഇത് വേറെ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പം എന്തായാലും എന്നെ കാണാൻ പറ്റുമോ? ഏതായാലും ലൈറ്റിൻ്റെ ഇടയിലായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം എന്തായാലും കാണാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ നാളത്തേക്കുള്ള ന്യൂ ഇയറിനുള്ള പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ചെയ്ത് ഇനി നാളെ അങ്ങോട്ട് ആഘോഷിച്ചാൽ മതി. എൻ്റെ അമ്മോ. അപ്പം നാളെ അങ്ങോട്ട് ആഘോഷിക്കാൻ പോണെയാണ് നമ്മ. കുറച്ച് DJ പാർട്ടിയൊക്കെ ഉണ്ടാവും. DJ പാർട്ടിയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഞാൻ ചെയ്യണത്. ഇതൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. സ്റ്റാർ ഞാൻ ഇടണമെന്ന് വിചാരിച്ചു റൂമിൻ്റെ അകത്ത്. പിന്നെ ഞാൻ സ്റ്റാറൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കാം. പൊതിഞ്ഞ് അപ്പുറത്തെ റൂമിൽ അങ്ങോട്ട് കിടക്കേണ്ടത്. എന്തായാലും വയ്യ കുട്ടിക്ക്. അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നുണ്ട്. കൊള്ള സുന്ദരിയ. ആ പാട്ടാണ് അപ്പുറത്ത് ചെയ്യണമാർ. അവന്മാരപ്പുറത്ത് ആ പാട്ടാണ് വെച്ചുകൊണ്ടിരുന്നേക്കണം. അവന്മാരെന്നല്ല, അവന്മാരെന്ന് പറയുന്നത് അറിയാണ്ടായി പോണേ. വായന ഇങ്ങനെയൊക്കെ മതി. ചേട്ടന്മാരവിടെ ആഘോഷിക്കണ്ടേ? ചേട്ടന്മാരാണ് അവിടെ പാട്ടിൻ്റെ മേളം വെച്ചേക്കണം അവിടെ. കുറച്ച് പേര് ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് നേരത്തെ പൊട്ടിച്ചാലോ. ഞങ്ങളുടെ ഇവിടെ ആൾക്കാരെല്ലാവരും കറക്റ്റ് കറ
കറക്റ്റ് 12 മണിക്ക് തന്നെ അവരെ പൊട്ടിക്കും. ചിലവരൊക്കെ പപ്പാനീനെ കറക്റ്റ് സമയത്ത് തന്നെ കത്തിക്കും. അതൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മ. എടുത്തിട്ടില്ല. ഇന്ന് 31 നാളെ അല്ല. നാളെ എന്നല്ലല്ല, ഞങ്ങൾ നാളെയെന്ന് ഒരിക്കലും പറയില്ല. എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം ന്യൂ ഇയറാണ്. പിന്നെ ഏത് മാസം തീർന്നാലും ഞങ്ങൾ അങ്ങനെ നാളെ എന്ന് പറയില്ല. ന്യൂ ഇയറിൻ്റെ അന്നാണെങ്കിൽ ഇന്നലെ എന്ന് പറയില്ല ഞാൻ ഒരിക്കലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വർഷം കഴിഞ്ഞ്. അപ്പം കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് 31 തീയതി എന്ന് വേണമെങ്കിൽ പറയും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പറയാറ്. എന്നെ കാണാൻ പറ്റണ്ട നിങ്ങൾക്കൊക്കെ. എനിക്കിത് സംശയമാണ്. ഞാൻ പാറ്റേക്കണ കേട്ടോ. ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കണം. അവർ കുറച്ച് നേരം ഉണ്ടാവും. അവർ 2 മണി വരെ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നണം അവരുടെ പാർട്ടി. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു. വലിയ ആഘോഷമാണ് ചേട്ടന്മാർ നടത്തണത്. നമ്മളിന്ന് ഒരാൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഞാൻ കൊടുത്തത്. ഫസ്റ്റ് ഹാൻഡായിട്ടെന്ന് ആ ഒരു ഇതിൽ മാത്രം കൊടുത്തു എന്നുള്ള ഇതൊന്നുമല്ല. സത്യത്തിൽ പറഞ്ഞ സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഞാൻ കൊടുത്തത്. മൊബൈൽ കവർ വെച്ചിട്ട് ആ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അത് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും അടിച്ചു വാരാൻ തുടങ്ങിയാലും പാത്രം കഴുകാനും കുക്ക് ചെയ്യാനും എല്ലാത്തിനും വരുന്നതാണ്. അപ്പോൾ അവരുടെ ഫോണും ചെറിയ കേടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ പുതിയത് മേടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം എന്നും പറഞ്ഞ് ഉറപ്പിച്ച് കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി പോയി. അത് കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ ദിവസം കണ്ടിട്ട് അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് വെച്ചതാണ്. പിന്നെ ഞാൻ കാശ് ഉണ്ടാക്കിയിട്ട് പുതിയ ഫോൺ മേടിച്ച് അതൊക്കെ ഉണ്ടായി. കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രിൻറ്റിങ് ഒക്കെയാണ്. അങ്ങനെ ചെയ്തു പോയി. ഇപ്പം കുറച്ചൊക്കെ കുറയുന്നുണ്ട്. ഇപ്പോഴും വരാൻ കുറയ്ക്കണയാണ്. ചെറുതായിട്ട് കുറച്ചിട്ട് പിന്നെ അതേപോലെ കൂട്ടും. ചെറുതായിട്ട് പിന്നെയും കുറയ്ക്കും. ചെറുതായിട്ട് പിന്നെയും കൂട്ടും. അങ്ങനെയൊക്കെ പോകും. ഇപ്പം എന്തെങ്കിലും ഇത്തിരി കുറയ്ക്കാൻ പോണേന്ന്. വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അച്ഛനമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഒക്കെ കിടപ്പുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും നാളത്തേക്ക് ഞാൻ ന്യൂ ഇയർ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു. സമയം ഇപ്പം ഒരു 11:50 10 മിനിറ്റുകൾ മച്ചാമാരെ ന്യൂ ഇയർ ആവാനായിട്ട്. എന്താ ആഘോഷം. അപ്പോൾ എല്ലാവർക്കും ബൈ. ടാറ്റാ, ബൈ. എന്താ ശബ്ദം? എന്താ അടിപൊളിയാവോ. ഹാപ്പി ന്യൂ ഇയർ. അല്ല വലിയ കൊടുത്തു. ഹാപ്പി ന്യൂ ഇയർ. ശരി, ഇതേ മഞ്ജു എണീറ്റു. ആ അമ്മ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി വരതേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാ സ്ഥലത്തും പടക്കം പൊട്ടിക്കണ്ടിട്ടാ. ഇവിടെയാണ് ഏറ്റവും കത്തിക്കല്. എൻ്റെ ആമോ. ഓക്കെ അമ്മേ. ഓക്കെ പാർവതി. പപ്പോടും പറഞ്ഞുതരാം. ഓക്കെ. ഹലോ, ഹാപ്പി ന്യൂ ഇയർ പപ്പ. ഹാപ്പി ന്യൂ ഇയർ.
Happy New Year. Happy New Year. Happy New Year. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. Okay. Happy New Year. Okay. Right. അത് കുഴപ്പമൊന്നുമില്ല. മാറിയെന്ന് ഈ കടത്തൊക്കെ വരും. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. നമ്മളപ്പോൾ വൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ന്യൂ ഇയർ എല്ലാവരും കൂടി. അപ്പോൾ ഞാൻ എന്തായാലും സത്യത്തിൽ പറയുന്നത് താഡ് ഇയർ ആണ് ആഘോഷിക്കണം. പക്ഷെ എന്നാലും ചാനലായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ട് ആഘോഷിച്ചോന്നല്ലേ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒക്കെ പൊട്ടിച്ച് അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് ആഘോഷിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണെയാണ്. എല്ലാവർക്കും ബൈ ബൈ.